ആരാപ്പം ഗേറ്റ് തുറക്കണേ? ആരങ്ങോട്ട് വരുന്നേ? എന്തായാലും ഒന്ന് എണീച്ച് നോക്കട്ടെ. വയ്യ, എണീക്കാനൊന്നും വയ്യ. ഒന്ന് നോക്കട്ടെ. അള്ളാ, എന്റെ മോളാണല്ലോ. അള്ളാ, ഇവള് വരണതൊന്നും പറഞ്ഞില്ലേ മോളെ? അലൈക്കും അസ്സലാം. അന്റെ കുട്ടി ഇങ്ങോട്ട് കേറിക്കാനും അടുത്തേക്ക് നടന്ന് കഴിഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് എന്തിനാണാവുന്നത് വിളിക്കണതൊന്ന് പോയി നോക്കട്ടത്. എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഓനെ അമ്മയെ വിളിച്ചാലും കേക്കൂല. റസ്യ, എന്താമ്മാ? എടി, എന്റെ മോള് വന്നിക്കണടി. അവൾക്ക് ചായയും ചോറും ഒക്കെ കൊടുക്കല്ല. എന്റെ കുട്ടി വല്ലാണ്ട് അയക്കണ പഠിച്ചോനെ. എന്റെ മോള് വല്ലാണ്ട് മെലിഞ്ഞിക്കണല്ലോ മോളെ. ഇജ്ജി മറ്റേ കുട്ടി ഒന്നും തിന്നലില്ലേ? റബ്ബേ, എടി ഒന്നും ഓൾക്ക് വേഗതാ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൂടി. ചായയും ഒരു 2-3 മുട മുഴുകിക്കുക. അതൊക്കെ കണ്ട് ഉണ്ടാക്കി എന്റെ കുട്ടിക്കൊന്ന് കൊടുത്താളേ. ഞാനിപ്പോ വന്നിട്ടുള്ളൂ. അമ്മ വിളിച്ചിട്ട് ആരാണാവുന്ന. ഞാൻ കുറച്ച് പണി ഉണ്ടായി നടക്കളേല്. പണിയിലേന് ചായ എടുക്കട്ടാ. ഇരിക്ക്. സഹായിച്ചോളിട്ടാ. അവിടെ ഇരിക്ക്. കണ്ടമ്മാരെ കുട്ടി ഇതൊക്കെ കണ്ട് തിന്നാളി. അല്ലാ, എന്റെ കുട്ടി പയിച്ച് എളിഞ്ഞ് വരികയാണ്. വേണ്ട തിന്നോട്. എന്നാ മാരെ കുട്ടിയുടെ തയ്യാ കറിയൊക്കാണ്ട് ഒഴിച്ചാണ്ട് തിന്നോട്. എന്തോ ഒരു കോലാണ് മോളെ. അമ്മാന്റെ കുട്ടി ഒന്നും തിന്നലില്ലേ? ആ തള്ളൊന്നും തരില്ല എനിക്ക്. എനിക്ക് ഇഷ്ടം പോലെ തിന്നാൻ പറ്റില്ല. ഞാൻ തിന്നായിട്ടാണമ്മ, വേറെ തിന്നാൻ തരാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടൊക്കെ എന്താ, ഇവിടത്തൊക്കെ സുഖപ്പം എന്താ വെച്ചിട്ട വേണ്ടിയ വായിരല്ലേ. ഒരുപാട് പറയാനുണ്ട്. മാന്റെ കുട്ടീനോട്. മാന്റെ കുട്ടി വയറ് നിറച്ച് നല്ലോണം നോക്കിയിട്ട് മാന്റെ കുട്ടി ഞാൻ വീടുള്ള കുറച്ച് ദിവസമൊക്കെ ഇവിടെ നിൽക്കട്ടാ. എന്നാ മതി ഉമ്മ, നീ മതി. പഠിച്ചോനെ മതിയാക്കി ജി. എന്റെ മോൾ എത്ര ഇപ്പൊ തിന്നത്? പഠിച്ചോനെ വെറുതെ അല്ല എന്റെ കോലെങ്ങനെ. ഞാൻ ഒന്ന് പോയി കിടക്കട്ടക്ക് വല്ലാത്ത ക്ഷീണുണ്ട് അവിടുന്ന് വന്നിട്ട്. ഞാൻ കിടന്നിട്ട് ഇനി വരാട്ടാ. ആയിക്കോട്ടന്മാരുടെ കുട്ടി പോയി രസം കിടക്കിട്ടാ. എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി കാണാം. എന്നാ പോയി കിടന്നോ. ആയിക്കോട്ടെ. എടി റസ്യ, റസ്യ, എമ്മത്തും വിളിച്ചാലും കേൾക്കൂല പെണ്ണിന്. ഏത് സമയത്ത് പെണ്ണിന് അടുക്കളയിൽ പണിയാണ്. അടുക്കളയിൽ പണിയില്ലാത്ത സമയമില്ല. എന്താണ് ഇത്ര അധികം പണി? എന്താ അമ്മ? പിന്നെ എന്റെ മോള് വന്നിക്കണ്. അവള് കുറച്ച് ദിവസം നിക്കാൻ വേണ്ടി വന്നതാണ്. അവൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അവൾക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി എനിക്ക് എന്റെ പെരേക്ക് പോണം, എന്റെ അമ്മക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. എന്റെ മോള് വരുന്നത് എന്നെ കണ്ടിട്ടാണ്. ഇവിടെ ഉണ്ടെങ്കിലല്ല അവൾക്കൊരു റെസ്റ്റ് കിട്ടുള്ളൂ. ആരാന്റെ പെരേന്ന് പണിയെടുത്ത് കൊഞ്ഞ് വരികയാണ് അവള്. അപ്പൊ ഇജ്ജതൊക്കെ അത് കണ്ടറിയണം. അവൾക്ക് വേണ്ടിയതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവള് നല്ല രീതിയിൽ പറഞ്ഞാക്കണം. അമ്മാന്റെ അടുത്തൊക്കെ പോട്ടെ എന്നൊന്നും പറയാൻ ജിന്നോട് നിൽക്കണ്ട. മനസ്സിലായ? എന്റെ കുട്ടീനെ നോക്കണം. ആ എന്നാ ആയിക്കോട്ടെ, പോയി പണിയെടുത്തത് ഓള് ചായ കുടിച്ച പാത്രങ്ങളുണ്ട്, അതൊക്കെ കണ്ട് കൊണ്ടേക്കാം. സമയമൊക്കെ ഒരുപാട് സമയമായാലും നേരെ 1 മണിയായി. ഇവളിപ്പോഴും ചോറൊന്നും ആക്കിയിട്ടില്ലേ? എന്താണ് ഇവക്ക് ഇത്ര തോനെ പണി? ആ പെണ്ണ് ഇവിടെ ഉള്ളതല്ലേ? റസ്യ, ചോറൊന്നും ആയില്ല. ഞാൻ പ്രത്യേകം എന്നോട് പറയണ. ആ പെണ്ണ് വന്നതല്ലേ? ആ ചോറൊന്നും ഉണ്ടോ കൊണ്ടു വെച്ചൂടെ? എത്ര പറഞ്ഞാലും കേൾക്കൂല. വല്ലാത്തൊരു കഥയാണ്. ഇല്ലമ്മ, നിങ്ങളൊന്നും തിന്നലില്ലമ്മ. എന്താ നിങ്ങളെ കോലം? ഒന്നാകെ ഉണങ്ങി തരിച്ച് കെടുക്കാല്. നിങ്ങൾക്ക് തിന്നാനൊന്നും ഇവിടെ ആരും തരില്ലേ? ഒന്നും പറയണ്ട, മെലീണതൊന്നും നോക്കണ്ട. നമുക്ക് നേരത്തിന് തിന്നാൻ തന്നെങ്കിലല്ലേ.
അവൾക്ക് ബോധിക്കുമ്പോ ഒക്കെ അവള് കൊടുന്നു തരൂ. അത് ഞാൻ ഇങ്ങനെ തിന്നു. നിന്റെ കഥ ഒക്കെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഉമ്മാന്റെ കുട്ടിനോട് പറയാൻ. ഉമ്മാന്റെ കുട്ടി കണ്ട് തിന്നൂടി. നിന്റെ കഥ പറഞ്ഞിരിക്കാൻ ഉമ്മാന്റെ കുട്ടി ഇത് തിന്നലൊന്നും ഉണ്ടാവില്ല. അത്രയും വിഷമത്തിലാണ് ഉമ്മ ഇവിടെ ജീവിച്ച് പോണത്. അവളെ ഭരണല്ലേ, അവന് പറഞ്ഞു അതിനനുസരിച്ച് അവളെ ഭരണാണ്. എന്ത് ചെയ്യാനാണ്? അത് കുട്ടിയാണ്ട് തിന്നൂടി. അല്ല താത്ത, എന്റെ അമ്മാക്ക് നിങ്ങൾ തിന്നാനൊന്നും കൊടുക്കലില്ല. എന്താ എന്റെ അമ്മാന്റെ ഒരു കോലം? എനിക്ക് എന്നെ കണ്ടിട്ട് സങ്കടം ആവുന്നുണ്ട്. എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ ഉമ്മാനെ എന്നെ കൊണ്ട് കഴിയാവുന്ന മാതിരിയൊക്കെ ഞാൻ ഉമ്മാനെ നോക്കുന്നുണ്ട്. നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഈ ഉമ്മനൊക്കെ പറയുന്നത്? ഞാൻ ഉമ്മാക്ക് നേരത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അല്ല എന്റെ താത്ത, എന്റെ അക്കാക്ക് കൊറേ പൈസ മാസം മാസം കഴിച്ചു തരലുണ്ടല്ലോ. പൈസ